നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. തൃപ്രയാർ സെന്ററിൽ തകർന്നു കിടക്കുന്ന ഡിവൈഡറിൽ വാഹനമിടിച്ച് അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ ഇപ്പോഴും ഉറക്കം നടിക്കുകയാണ്. ആർക്കും ഉപകാരമില്ലാതെ വെറും ഇരുമ്പ് കഷ്ണങ്ങളായി മാത്രം തൃപ്രയാർ ജംഗ്ഷനിൽ കിടക്കുന്ന സിഗ്നലിന്റെ ഡിവൈഡറുകളാണ് അപകടക്കെണിയാകുന്നത്. അപകടത്തിൽ തകർന്ന സിഗ്നലിന്റെ വടക്ക് ഭാഗത്ത് ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഇരുമ്പ് ചട്ടക്കൂടിന്റെ ഒരു വശം റോഡിലേക്ക് തള്ളി നിൽക്കുന്നത്. ഇരുചക്ര വാഹനക്കാർ ഇതിൽ തട്ടി വീഴുമെന്ന് ഉറപ്പാണ്. രാത്രിയിൽ അപകടം ഇരട്ടിയാകും. വാഹനങ്ങൾ ഇതിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ഒതുക്കിയെടുക്കുന്നത് മൂലം ട്രാഫിക് കുരുക്കും പതിവാണിവിടെ. പ്രായോഗികത നോക്കാതെ പരസ്യവരുമാനം മാത്രം മുന്നിൽ കണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച സിഗ്നൽ തുടക്കം മുതലേ ബാധിതയായിരുന്നു. സിഗ്നലിന്റെ ഇരുവശങ്ങളിലും മതിയായ മുന്നറിയിപ്പ് വെളിച്ച സംവിധാനമില്ലാതെ സ്ഥാപിച്ചതിനാൽ പലവട്ടം വാഹനമിടിച്ച് തകർന്നു. സിഗ്നലിനെതിരെ പല സമരങ്ങളും നടന്നിരുന്നു. ഓരോ തവണ തകരുമ്പോഴും അപാകങ്ങൾ പരിഹരിക്കാതെ വീണ്ടും പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു. ഈയടുത്താണ് കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ച് ഏതാണ്ട് പൂർണ്ണമായും ഒരു ഭാഗത്തെ ഡിവൈഡർ തകർന്നത്. ഇത് ശരിയാക്കാനോ പൂർണ്ണമായി പൊളിച്ചു മാറ്റാനോ യഥാവിധം അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിലെ അപകട ഭീഷണിയിലായ കാഞ്ഞാണി പെരുമ്പുഴ പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ KR ജോർജ് മാസ്റ്റർ ശനിയാഴ്ച പാലത്തിന് സമീപം സത്യാഗ്രഹ സമരം നടത്തും. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ അടിയിലെ ഭിത്തി കാലപ്പഴക്കത്താൽ ഇടിഞ്ഞ നിലയിലാണ്. പലയിടത്തും കോൺക്രീറ്റ് അടർന്നു വീണു. റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ച് പുതുക്കി പണിയാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നെങ്കിലും റോഡ് വികസനം ഇഴഞ്ഞതോടെ പാലം പുതുക്കി പണിയുന്നത് നിലച്ചു. പാലം അപകടാവസ്ഥയിലായിട്ടും പുതുക്കി പണിയാൻ നടപടിയില്ല. ഇതോടെയാണ് പാലം പുതുക്കി പണിയണമെന്ന ആവശ്യവുമായി ജോർജ് മാസ്റ്റർ സമരം ചെയ്യാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച രാവിലെ 10:30 മണലൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PT ജോൺസൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജോർജ് മാസ്റ്റർ, വിൽസൺ പണ്ടാരവളപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ ആവശ്യങ്ങളുമായി ഇതിനകം നിരവധി ഒറ്റയാൾ സമരങ്ങളാണ് 84-കാരനായ ജോർജ് മാസ്റ്റർ നടത്തിയിട്ടുള്ളത്. CPIM തൃത്തല്ലൂർ ഈസ്റ്റ് ബ്രാഞ്ചിലെ ഉപ്പുപടന്ന പ്രദേശത്ത് സ്ഥാപിച്ച കൊടിമരം നശിപ്പിച്ചതായി പരാതി. BJP RSS പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് CPM തൃത്തല്ലൂർ ഈസ്റ്റ് ബ്രാഞ്ച് ഭാരവാഹികൾ ആരോപിച്ചു. 5 പേർക്കെതിരെ വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകി. ഇക്കാര്യത്തിൽ പോലീസ് കർശന നടപടിയെടുക്കണമെന്ന് CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VA ഷാജുദ്ദീൻ, KK അനിൽകുമാർ, ഓമന മധുസൂദനൻ, AR വാസു, ഗിരീഷ് മാത്തുക്കാട്ടിൽ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാചരണം നടത്തി. താന്ത്രിക ക്രിയകൾ, ശ്രീഭൂതബലി, ശീവേലി എഴുന്നള്ളിപ്പ്, പറനിറയ്ക്കൽ, വിശേഷാൽ പൂജകൾ, പ്രസാദോട്ട് എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് തന്ത്രി പഴങ്ങാപ്പറമ്പ് മനയിൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഞ്ചാരിമേളത്തിന് തൃപ്രയാർ അനിയന്മാരാർ പ്രാമാണികനായി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത്, അംഗങ്ങളായ MV അനിൽകുമാർ, പ്രവീൺ ചെറുകര, ഗിരീഷ് മാത്തുക്കാട്ടിൽ, സുശീൽ ചാളിപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. SKSSF തൃത്തല്ലൂർ വെസ്റ്റ് സഹചാരി സെന്റർ നിർധനർക്ക് ശേഖരിച്ചു വരുന്ന വസ്ത്രങ്ങൾ കൈമാറി. ക്ലോത്ത് ബാങ്ക് ശേഖരിച്ച വസ്ത്രങ്ങൾ സുൽത്താൻ ബത്തേരിയിലെ വർഗീസ് ബീഗത്തിന്റെ ഏഞ്ചൽസ് പ്രവർത്തകർക്കാണ് നൽകിയത്. സഹചാരി അംഗങ്ങളായ സാബിർ, റിനാസ്, ജാബിർ, റഷീദ് അന്തിക്കാട്, അൻസാർ അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് അംഗനവാടികളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. അംഗനവാടികളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവർക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി. പോലീസ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് റഫീഖ് എന്നിവർ നവാഗതർക്ക് സ്നേഹോപകാരം നൽകി. അംഗനവാടിയുടെ പ്രവർത്തന പരിധിക്കുള്ളിൽ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. AR വാസു, ഓമന മധുസൂദനൻ, ഷിജിത്ത് വടക്കുംചേരി, അംഗനവാടി അധ്യാപകരായ ജോസഫീന, മിനി എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 77ാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവവും സ്കൂളിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്ക് യാത്രയയപ്പ് നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. KK രഘു അധ്യക്ഷനായി. അംഗനവാടി അധ്യാപിക PK ദീപ, ആശാവർക്കർ PP രേവതി, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പുതുതായി അംഗനവാടിയിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. സ്കൂളിൽ പ്രവേശനം നേടിയവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. തുടർന്ന് മധുര വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
തളിക്കുളം പുളിപ്പറമ്പിൽ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, പ്രസാദോട്ട്, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, അത്താഴപൂജ എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് PS ഗണേശൻ, സെക്രട്ടറി PS കിഷോർ, ട്രഷറർ PS കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിലെ KG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി. സ്കൂൾ മാനേജർ ഹംസ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ KA സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായി. നാട്ടിക SM കോളേജിലെ PG വിദ്യാർത്ഥിയും ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡന്റ് എക്സലന്റ് അവാർഡ് ജേതാവുമായ നിതിൻ ദാസ് മുഖ്യ പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പാൾ രാധ, PTA പ്രസിഡന്റ് AT റഫീഖ്, മുസ്തഫ സഖാഫി, VJ സുജന എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.